ഡിസംബർ 6-നോട് അനുബന്ധിച്ച് കർശന സുരക്ഷയിൽ സന്നിധാനം. കേന്ദ്രസേനകളും സംസ്ഥാന പോലീസും ചേർന്നാണ് സുരക്ഷാ പരിശോധന. ഇന്നും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയുമാണ്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുക. അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഡിസംബർ 6 അതോടനുബന്ധിച്ച് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പതിവ് പോലെ നടത്തുന്ന പോലെ തന്നെയുള്ള എല്ലാ വർഷവും നടത്തുന്ന പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതായത് കേന്ദ്രസേനകൾ അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് ഇവരുടെയൊക്കെ തന്നെ കൃത്യമായ ഒരു നിരീക്ഷണത്തിലാണ് സന്നിധാനമുള്ളത്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെയുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്, ഒരുക്കുന്നത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. 35,000-ഓളം ഭക്തരാണ് ഇതുവരെയും ഭഗവാനെ കാണാനായി ദർശനത്തിനായി ഈ ഒരു തിരുസന്നിധിയിലേക്ക് എത്തിയത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. കാരണം ശനി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഭക്തരുടെ വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ശരാശരി 85,000-ഓളം ഭക്തരാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. ഇന്നലെയും 86,000-ഓളം ഭക്തരായിരുന്നു എത്തിയിരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു തിരക്ക് ഇന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. നേരത്തെ 5,000 എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്ന ഒരു കണക്ക് എന്നത്. അതിപ്പോൾ 8,500-ലധികം ഭക്തരെ ഒരു ദിവസം ഈ സന്നിധാനത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു ക്രമീകരണങ്ങൾ. തിരക്ക് അനുസരിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം സ്പോട്ട് ബുക്കിങ്ങിൽ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. സുരക്ഷാ പരിശോധനകൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.